നമസ്കാരം. വീണ്ടും കേരളം പ്രളയം, വരൾച്ച, ഉരുൾപൊട്ടൽ, ദുരിതാശ്വാസങ്ങളിലേക്ക് പോകുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. പ്രളയത്തിന് ശേഷം നാം എന്ത് പഠിച്ചു എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി ഇന്ന് കേരള കൗമുദിയിൽ ഒരു പരമ്പര തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിൽ റൂം ഫോർ റിവർ അനിവാര്യമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിനൊരു പ്രതികരണം എന്നുള്ള നിലയിൽ ഞാൻ ഇന്നൊരു ലേഖനം കൊടുത്തിരുന്നു. സമ്പൂർണ്ണമായി ലേഖനം അതിനകത്ത് വന്നില്ല, കാരണം അതൊരു പ്രധാനപ്പെട്ട പത്രമാണല്ലോ. അപ്പോൾ ഇന്ന് വേറെ രണ്ട് പ്രധാനപ്പെട്ട ലേഖനം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ ലേഖനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കൊടുത്തിരുന്നു. കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ കുറച്ച് ഭാഗങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. നെതർലാൻഡ്സ് എന്ന് പറയുന്ന, ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച് എന്ന് പറയുന്ന രാജ്യം സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന സ്ഥലമാണ്. നമ്മളെ കുട്ടനാട് പോലെ വലിയ ഡെൽറ്റയുള്ള സ്ഥലമാണ്. ഫ്ലഡ് പ്ലെയിൻ, പ്രളയ തടമുള്ള സ്ഥലമാണ്. അവിടുത്തെ നദികളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ പ്രളയ തടത്തിലൂടെയാണ് പ്രധാനപ്പെട്ട നദികളെല്ലാം ഒഴുകുന്നത്. വേറൊരു ഭൂമിശാസ്ത്ര രൂപം ഇല്ല അവിടെ. പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്, നല്ല ഇതേ ഉള്ളൂ. അപ്പോൾ അവിടെ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് നടന്ന പ്രളയങ്ങൾ, സ്ഥിരമായി അവിടെ പ്രളയം വരുമ്പോൾ അവർ ഈ ചാനലുകൾക്ക് സൈഡിൽ കുറച്ച് സ്ഥലം വെള്ളം കയറി കിടക്കുന്നതിനും ഇറങ്ങിപ്പോകുന്നതിനുള്ള, അല്ലെങ്കിൽ കയറി കിടക്കുന്നതിന്, ഇറങ്ങിപ്പോകൽ കുറവാണ്, കയറി കിടക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു ഗ്രേഡിയൻ ഡിഫറൻസ് അവർ ഉണ്ടാക്കി വെള്ളത്തെ അവർ കയറ്റിയിടുന്ന ഒരു രീതിയുണ്ട്. അതിനവർ ഇട്ടിരുന്ന പേരാണ് റൂം ഫോർ റിവർ. നദിക്കും ഒരു റൂം കൊടുക്കുകയാണ് നമ്മൾ. താൽക്കാലികമായി അത് കിടക്കുക. അത് പിന്നെ കുറയും, ടൈഡൽ എഫക്റ്റ് വരുന്ന കുറയും, കിടക്കും. അങ്ങനെ എന്തായാലും ടെമ്പററി ഓർ പെർമനൻറ്റ് വെള്ളം അവിടെ കിടക്കും. ഇതാണ് കേരളത്തിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിക്കാനായി കേരളത്തിലെ മുഖ്യമന്ത്രിയും അന്നത്തെ ചീഫ് സെക്രട്ടറിയും എല്ലാവരും കൂടി നെതർലാൻഡ്സിൽ പോയിട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ഒരു പഠനം നടത്താൻ മദ്രാസ് IIT ഏൽപ്പിച്ചിരുന്നു. 5 കോടി രൂപ ബഡ്ജറ്റിൽ വെച്ചു. അവർക്ക് 2 കോടി രൂപയ്ക്കകത്താണ് കൊടുത്തത്. അവർ പഠനം നടത്തി പറഞ്ഞത്, തണ്ണീർമുക്കം ബണ്ട് പോലുള്ള അല്ലെങ്കിൽ കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് സച്ച് നെതർലാൻഡ്സിലെ മാതൃക ഇവിടെ പ്രായോഗികമല്ല എന്ന് തന്നെയാണ് അവരുടെ റിപ്പോർട്ട്. കേരളത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരുമെല്ലാം നെതർലാൻഡ്സിൻ്റെ ഭൂമിശാസ്ത്രമല്ല കേരളത്തിലായതുകൊണ്ട് ഒരു കാരണവശാലും റൂം ഫോർ റിവർ എന്ന കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് എടുക്കാൻ കഴിയില്ല, നമ്മൾ എന്തെടുക്കണം എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സ്ഥിരമായി പത്രങ്ങളിൽ എഴുതുന്ന ആളാണ്, ചാനലുകളിൽ വരുന്ന ആളാണ്, യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന ആളാണ്. പരിസ്ഥിതിക്കും ജലസംരക്ഷണത്തിനും ദുരന്ത പരിപാലനത്തിനുമൊക്കെ കുറേ സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല. എനിക്ക് കുറേ സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരുപാട് സാങ്കേതികമായി പറയുന്ന ആളുകൾക്ക് കൂടുതൽ സ്പേസ് എല്ലാവരും കൊടുക്കേണ്ടതാണ്. അപ്പോഴാണ് സമൂഹത്തെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയുക. ഇനി കേരളത്തിലേക്ക് വരാം. നെതർലാൻഡ്സിൻ്റെ ഭൂമിശാസ്ത്രം ഞാൻ പറഞ്ഞു, ഡെൽറ്റയാണ് കൂടുതൽ, ഫ്ലഡ് പ്ലെയിനാണ് കൂടുതൽ, നിരന്ന സമതല പ്രദേശമാണ്, സമുദ്രനിരപ്പിന് താഴെയാണ്. കേരളത്തിലാണെങ്കിൽ 0 മീറ്റർ മുതൽ 2695 മീറ്റർ വരെയുള്ള ആനമുടി വരെയുള്ള വലിയ ഒരു ഭൂപ്രദേശമാണ് കേരളം. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ചരിച്ച് അറബിക്കടലിലേക്ക് വച്ചിരിക്കുന്ന കുറേ പലകകൾ ചരിച്ച് വച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണ്. പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്ന മഴ റഗ്ഗഡായിട്ടുള്ള അല്ലെങ്കിൽ പരുക്കനായിട്ടുള്ള മലനിരകളിൽ വീഴുന്ന മഴ അവിടെ നിന്ന് വി ഷേപ്പിലുള്ള വാലി, അതായത് വി ആകൃതിയിലുള്ള താഴ്വരകൾ രൂപപ്പെടുകയും അതിലൂടെ കുത്തൊഴുകി ശക്തമായി ഒഴുകിയാണ് ഇടനാട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഇതിൻ്റെ ശക്തി കുറയ്ക്കുന്നത് കാനപ്പിയാണ്. കാനപ്പി എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർ കാനപ്പിയാണ്. വിവിധ നിലകളിലുള്ള മരങ്ങളാണ്, ചെടികളാണ്, പുൽച്ചെടികളാണ്. ഏറ്റവും പൊക്കം കൂടിയ മരങ്ങളുണ്ട്, പൊക്കം കുറഞ്ഞ മരങ്ങളുണ്ട്, അത് കഴിഞ്ഞ് അങ്ങനെ വിവിധ തലങ്ങളിൽ മരങ്ങളുണ്ട്. പിന്നെ മുൾച്ചെടിയുണ്ട്, പിന്നെ പുൽച്ചെടിയുണ്ട്. ആദ്യത്തെ മഴയൊക്കെ പെയ്യുമ്പോൾ ശക്തമായ മഴത്തുള്ളികൾ ഏറ്റവും മുകളിലത്തെ ലെയറിൽ വീണ് അടുത്ത ലെയറിൽ 5ാമത്തെ ലെയർ പുൽച്ചെടിയിലെത്തുമ്പോൾ അതിൻ്റെ ശക്തി കുറയും. മാത്രമല്ല നല്ല തിക്ക് ഫോറസ്റ്റുള്ള സ്ഥലങ്ങളിൽ വലിയൊരു ശതമാനം വെള്ളവും അവിടെ നിൽക്കുകയും അത് പതുക്കെ സാവധാനം കുറച്ച് സ്പീഡ് കുറഞ്ഞ് നദിയിൽ ഇറങ്ങുകയും ചെയ്യും. അത്ര കണ്ട് കുത്തൊഴുക്ക് കുറയും, എന്നാലും ഒഴുക്കുണ്ടായിരിക്കും.
അതുകൊണ്ട് അവിടെ റൂം ഫോർ റിവറിൻ്റെ കൺസെപ്റ്റ് പ്രയാസമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അഫോറസ്റ്റേഷൻ, പിന്നെ തോടുകളും അരുവികളും എല്ലാം മാക്സിമം സംരക്ഷിക്കുക, നശിപ്പിക്കാതിരിക്കുക, മാക്സിമം അഫോറസ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് താഴേക്ക് പിന്നെ ലാൻഡ് ആൻഡ് വാട്ടർ ബയോമാസ് ആക്ടിവിറ്റിയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രയൊക്കെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ തിക്ക് ഫോറസ്റ്റിൽ അത് പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രാക്ടീസ്, അവിടെ ആൾക്കാർ പോയി താമസിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, കൃഷിയുമല്ല, അല്ലാത്ത ചില മാനേജ്മെൻറ്റ് പ്രാക്ടീസസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാങ്ക് കെട്ടിയും രാമച്ചമച്ച് പിടിപ്പിച്ചും അങ്ങനെ പല രൂപത്തിൽ വെജിറ്റേറ്റീവ് മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അത്ര കണ്ട് വാട്ടറും പ്രൊട്ടക്റ്റ് ചെയ്യും, അതിൻ്റെ ഇറോഷനും കുറയ്ക്കും. ഇനി ഇടനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി ഷേപ്പ്ഡ് വാലിയിൽ കൂടെ വരുന്ന നദി യു ഷേപ്പ്ഡ് ആവും, മിയാൻഡറിങ് എന്ന് പറയും, വളഞ്ഞ് പുളഞ്ഞൊഴുകും. അതിനുശേഷമാണ് ഇത് നേരെ തീരത്തെത്തുന്നത്. തീരത്തെത്തുമ്പോൾ 30ഓളം നദികൾ എത്തുന്നത് കായലുകളിലാണ്, ബാക്കി കടലിൽ നേരിട്ടാണ്. 41 കേരളത്തിലേക്ക് വരുന്നുള്ളൂ, ബാക്കി 3 പടിഞ്ഞാറ് കിഴക്കോട്ട് പോയി അത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് വഴി അത് അറബിക്കടലിൽ പോകും. അപ്പോൾ ഈ 41 നദികളിലെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എല്ലാ നദികളും. നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തെക്ക് നിന്ന് വടക്കോട്ടാണ്. ഒരു നദി എടുത്താൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ചെറു ചാലുകളും ചോടുകളും കാണും. അവയെ മുറിച്ചുകൊണ്ടാണ് എല്ലാ റോഡുകളും പോകുന്നത്. മിക്കവാറും എല്ലാ റോഡുകളും അതിനെ മുറിച്ചുകൊണ്ടാണ് പോകുന്നത്, നമ്പർ 1. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ ആളുകൾ താമസിക്കാൻ വേണ്ടി പാലം കെട്ടി എങ്ങനെയും നദികളുടെ നീരൊഴുക്കിന്, സ്വാഭാവിക നീരൊഴുക്കിന് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്ന പ്രളയതടത്തിൽ സ്വാഭാവികമായ ജീവിതവുമുണ്ട്, എൻക്രോച്ച് ചെയ്തിട്ടുള്ള ജീവിതവുമുണ്ട്, കൈയടക്കിയ ജീവിതവുമുണ്ട്. പട്ടയമില്ലാതെ വളരെ അടുത്ത്, നദിയുടെ വളരെ അടുത്ത് മഴവെള്ളം, നദിയിൽ വെള്ളം പൊങ്ങിയാൽ കരയിൽ കയറി കിടക്കാനും ഇറങ്ങാനും ഒക്കെ ഉള്ള ആ ഒരു സ്ഥലവും കൂടി നമ്മൾ കയ്യേറി താമസിക്കുന്ന എൻക്രോച്ച്മെൻറ്റ് സ്ഥലങ്ങളുമുണ്ട്. ഭൂവിനിയോഗത്തിൽ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇടനാട്ടിൽ മിയാൻഡറിങ് ഉള്ളതുകൊണ്ടും വലിയ ഫ്ലഡ് പ്ലെയിൻ ഇല്ലാത്തതുകൊണ്ടും ഡെൽറ്റ പോലുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ടും റൂമിന് വലിയ തോതിൽ എന്ത് കൊടുക്കാൻ കഴിയില്ല, പിന്നെ റിവറിന് റൂമൊന്നും കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസ് കൊടുക്കാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പ്രളയതടത്തെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം. ഇന്നത്തെ ഡിസ്റ്റർബൻസിൽ എത്ര കണ്ട് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് പ്രളയതടത്തെ നമുക്ക് റിവറിനായിട്ട് കുറേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ലെജിസ്ലേഷനും മറ്റു കാര്യങ്ങളും ചെയ്യാം. രണ്ടാമത്, ആ പ്രളയതടത്തിൻ്റെ കേച്ച്മെൻറ്റ് ഏരിയയിൽ നീർത്തട അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഓരോ ചെറിയ തോടിനും അവിടെ തുടങ്ങി വലിയ നദികൾക്ക് വരെയുള്ള നദീതട പ്ലാനുകൾ ഉണ്ടാക്കണം. തീരത്തെത്തുമ്പോൾ കുട്ടനാട് പോലുള്ള സ്ഥലത്ത് മുഴുവൻ വെള്ളവും ഈ റൂം ഫോർ റിവറിന് വേണ്ടിയിട്ട് ഇനി താഴെ ഇറങ്ങി വന്നാൽ കുട്ടനാട് പ്രളയത്തിലാവും. മാത്രമല്ല ടൈഡൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ, കടലിൽ നിന്ന് ടൈഡൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ വേലിയേറ്റത്തിൻ്റെ എഫക്റ്റ് ഉള്ള സമയത്ത് വെള്ളം ഇറങ്ങി പോവുകയുമില്ല. 2018 ഇത് സംഭവിച്ചാണ്, കുറച്ച് ചെറിയ സമയമെങ്കിലും, ചെറിയ ദിവസങ്ങളെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുമുണ്ട്. അവിടെയും പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രായോഗികമല്ലാത്ത ഒരു പ്രോജക്റ്റാണ് ഈ ടെമ്പററി ആയിട്ട് നദിക്ക് സ്ഥലം കൊടുക്കുന്നു, വേറെ അഡീഷണൽ സ്ഥലം കൊടുക്കുന്നു എന്ന് പറയുന്നത്. അതേസമയം പ്രളയതടത്തിലെ എൻക്രോച്ച്മെൻറ്റ് മാറ്റണം, കേച്ച്മെൻറ്റ് ഏരിയയിലെ വൃഷ്ടിപ്രദേശത്ത് നന്നായി ജലസംരക്ഷണം നടക്കണം, മണ്ണ് സംരക്ഷണം നടക്കണം, ജൈവ സംരക്ഷണം നടക്കണം, മഴവെള്ള സംഭരണം നടക്കണം, ഭൂജല പരിപോഷണം നടക്കണം, ഭൂജല സർവേ നടക്കണം, നീരട്ടി സർവേ നടക്കണം. അങ്ങനെ മലനിരകളിൽ തുടങ്ങി മലനിരകളിൽ വീഴുന്ന ഓരോ തുള്ളി വെള്ളവുമാണ് കടലിലെത്തുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫ്ലോ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും ഓരോ ചെറു തോടിന് ചുറ്റുമുള്ള ഭൂപ്രദേശത്തെ കണക്കാക്കി സൂക്ഷ്മനീർത്തടങ്ങൾ, ചെറുനീർത്തടങ്ങൾ, ഉപനീർത്തടങ്ങൾ, ലഘുനീർത്തടങ്ങൾ, ഇങ്ങനെ കുഞ്ഞു സ്ഥലങ്ങൾ കണക്കാക്കി അവിടെ സമഗ്രമായ പദ്ധതികൾ ചെയ്യുകയും അതിനനുസരിച്ച് താഴേക്ക് വന്ന് ഈ തീരപ്രദേശം വരെ വളരെ സമഗ്രമായ പദ്ധതികൾ ചെയ്യുക. പരമാവധി 5 ദിവസം, ഒരു ദിവസം കൊണ്ടാകുന്ന പ്രളയത്തെ നമുക്ക് 5 ദിവസമോ 10 ദിവസം കൊണ്ടാക്കാം. നമുക്ക് വളരെ ആഘാതം കുറയ്ക്കാൻ പറ്റും, സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പ്രളയത്തോടൊപ്പം. പിന്നെ നമ്മുടെ മാലിന്യം കംപ്ലീറ്റ് തോടുകളിലും പുഴകളിലും വാരി മാലിന്യം ഇട്ടിട്ടുണ്ട്. ചില തോടുകളിലോ പുഴകളിലോ നദികളിലോ എങ്കിലും കുറച്ചധികം മണലുണ്ട്, കുറേ എണ്ണത്തിൽ കുറേ എക്കലുമുണ്ട്. വേമ്പനാട് കായലിലൊക്കെ നല്ല എക്കലുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അപ്പർ കുട്ടനാട് പ്രദേശത്ത് മഴ കുറഞ്ഞിട്ടും അവിടെ വെള്ളക്കെട്ടിപ്പോൾ കിടക്കുന്നത്. കാരണം മലനിരകളിലെ വെള്ളം എല്ലാം കൂടെ അവിടെ വന്നു, താഴേക്ക് പോകാൻ പറ്റുന്നില്ല, വേമ്പനാട് കായലിൻ്റെ സ്പേസ് കുറവായതുകൊണ്ട്. അപ്പോൾ അവിടെ എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കുക, അപ്പോൾ ചെളി മാറ്റുന്നതിനെക്കുറിച്ചും
കുറച്ച് മണൽ മാറ്റുന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനീ പറഞ്ഞ മണ്ണ് ജല സംരക്ഷണ ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ വളരെ ഗൗരവമായി നടപ്പിലാക്കിയാൽ, ഭൂജല പരിപോഷണ പരിപാടികൾ നടപ്പിലാക്കിയാൽ, ഭൂവിനിയോഗം കുറേ കൂടി മിശ്രിത വിളകളും ബഹുതല വിളകളുമൊക്കെ ഭൂവിനിയോഗത്തിൽ കുറേ മാറ്റം വന്നാൽ, പിന്നെ ആ ഭാഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ പ്രളയമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതിനനുസൃതമായ രണ്ടാം നില പില്ലറുകളിലൊക്കെ, ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്, പില്ലറുകളിലൊക്കെ കെട്ടിടം നിർത്തി ഏറ്റവും താഴത്തെ ലെയറിൽ ആരും താമസിക്കത്തില്ല, പില്ലറിലാണ് കെട്ടിടം. അപ്പോൾ വെള്ളം താഴെ വരികയും പോവുകയൊക്കെ ചെയ്യും. ചെറിയ തോതിൽ മഴവെള്ളം വന്നാലും അത് കയറി ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. വാഹനം മാത്രമൊന്ന് മാറ്റിയിടണം എന്നേ ഉള്ളൂ, മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. അപ്പോൾ ആ തരത്തിലും കൃഷി രീതികളിലും വലിയ കൃത്യമായ ഒരു പരിപാടി നടത്തിയാൽ കുറേ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അപ്പോഴും വളരെ വർദ്ധിച്ച തോതിൽ മഴ വന്നാൽ, വല്ലാതെ മഴ വന്നാൽ, ഒരു 300 സെൻറ്റിമീറ്റർ മഴയൊക്കെ ഒരു ദിവസമോ 2 ദിവസമോ വന്നാൽ കുഴപ്പമില്ല. പക്ഷേ 10 ദിവസമൊക്കെ തുടർച്ചയായിട്ട് വന്നാൽ, അല്ല 5 ദിവസം വന്നാൽ, അല്ല ഒരു ദിവസം 2 ദിവസം 100 സെൻറ്റിമീറ്റർ മഴ വരികയും പിന്നെ അടുത്ത ദിവസം 100 മില്ലിമീറ്റർ മഴ വരികയും അടുത്ത ദിവസം വീണ്ടും കൂടി ഒരു 300 എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ 100, 200, 300 എന്നൊക്കെ പറഞ്ഞ് മില്ലിമീറ്റർ കൂടി പോയാൽ 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നതെല്ലാം കൂടി 4-5 ദിവസം കൊണ്ട് കിട്ടിയാൽ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടും വളരെ പ്രതിസന്ധിയിലേക്ക് പോകും. അത് അപ്പോൾ നമുക്ക് ചിലതൊക്കെ നമുക്ക് കണ്ടിജൻസി വരികയും ചെയ്യും. അപ്പോൾ കണ്ടിജൻസി വരും. കണ്ടിജൻസി ഇല്ലാത്ത, പ്രളയമില്ലാത്തൊരു കേരളത്തെക്കുറിച്ചും ഉരുൾപൊട്ടലില്ലാത്ത കേരളത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. കുറേ കണ്ടിജൻസികൾ വരും. പക്ഷേ ആ കണ്ടിജൻസികളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു മാനേജ്മെൻറ്റ് പ്രാക്ടീസാണ് റൂം ഫോർ റിവർ എന്നുള്ള ഒരു ഒറ്റമൂലി, അല്ലെങ്കിൽ അതൊരു ഒറ്റ പരിഹാരം എന്നുള്ള നിലയിലല്ല. കേരളത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പൊട്ടോളജി നോക്കിയാലും, അതായത് ഗതിവേഗ ശാസ്ത്രം, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശാസ്ത്രം നോക്കിയാലും, തടാകശാസ്ത്രം ലിംനോളജി പരിശോധിച്ചാലും, ജിയോമോർഫോളജി ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയൊക്കെ പരിശോധിച്ചാലും, അതുപോലെ തന്നെ ജിയോളജി പരിശോധിച്ചാലും, ജിയോഗ്രഫി പരിശോധിച്ചാലും, എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി പരിശോധിച്ചാലും, ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ഹ്യൂമൻ ജിയോഗ്രഫി പരിഗണിച്ചാലും നമുക്ക് പറ്റുന്ന സമഗ്രമായ നദീതട നീർത്തട സംരക്ഷണവും പരിപാലനവുമാണ് നമുക്ക് പറ്റുന്ന പരിപാടി. അതിൻ്റെ ഭാഗമായി നദികൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായി പ്രളയതടയവും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. തീർച്ചയായും വിട്ടുകൊടുക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എൻക്രോച്ച്മെൻറ്റ് നമുക്ക് ഒഴിവാക്കണം, തീർച്ചയായിട്ടും ഒഴിവാക്കണം. പുതിയ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാകരുത്. മണലിന് പകരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണ രീതികൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. പിന്നെ തടി എങ്ങനെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ബഹുമുഖമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പ്രളയത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ലിമിറ്റ് ചെയ്യാം, എന്നിട്ട് അതോടൊപ്പം ജീവിക്കാം.